المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بالأحساء. മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ജീവിക്കണം എന്നാമുഖമായി ഉണർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മുൻകൂട്ടി പലരും മനസ്സിലാക്കിയതുപോലെ സാമൂഹ്യ തിന്മകൾ നാം നിശബ്ദരാകരുത് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആധുനിക മനുഷ്യൻ പുരോഗതിയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചന്ദ്രനെ മറികടന്ന് ചൊവ്വയിലേക്ക് വരെ മനുഷ്യൻ എത്തി നിൽക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ എവിടെ എത്തിച്ചിട്ടുണ്ട് എന്നത് നമുക്കേവർക്കും അറിയുന്ന സംഗതിയാണ്. പക്ഷികളെപ്പോലെ ആകാശത്തിലൂടെ പറക്കാനും മത്സ്യങ്ങളെപ്പോലെ വെള്ളത്തിൽ ഊളിയിട്ട് നീന്താനും ശാസ്ത്ര സാങ്കേതിക വിദ്യ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പുരോഗതിയിലാണ് ആധുനിക മനുഷ്യനുള്ളത് എങ്കിലും മനുഷ്യത്വം പുറകോട്ട് പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ ധാർമ്മികതയിൽ ഊന്നിയുള്ള, സംസ്കാരമുള്ള, മൂല്യബോധമുള്ള, മനുഷ്യത്വമുള്ള ആളുകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദുഃഖകരമായ കാഴ്ചകളാണ് നമ്മുടെ ചുറ്റുഭാഗത്തും കാണാൻ കഴിയുന്നത്. നിത്യവും പുറത്തിറങ്ങുന്ന വർത്തമാന പത്രങ്ങൾ, വാർത്താ ചാനലുകൾ നമുക്ക് നൽകുന്ന വർത്തമാനങ്ങൾ നമ്മളെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് കേരളക്കരയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അധാർമികമായ പ്രവണതകൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് കയ്യും കണക്കുമില്ലാതെ പെരുകുകയാണ്. ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു ഉത്തരം പറയാൻ കഴിയാത്ത വിധം സമൂഹത്തിലെ മുഴുവൻ ആളുകളിലേക്കും അധാർമികതകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ചൂതാട്ടം, പലിശ, ലൈംഗിക അരാജകത്വം ഇതെല്ലാം അരങ്ങ് തകർക്കുകയാണ്. പരസ്പരം ആളുകൾ മത്സരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, അതുണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങൾ ഇതെല്ലാം ഇന്ന് സമൂഹം അനുഭവിക്കുകയാണ്. ഇത്തരം സംഗതികൾ കണ്ടും കേട്ടും കൈകെട്ടി നിൽക്കാൻ, കണ്ണടച്ച് നിൽക്കാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് സാധിക്കുമോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. നമുക്കൊരു ബാധ്യതയുണ്ട്. സ്വന്തം നഫ്സിനോടും സമുദായത്തോടും നമുക്കൊരു ബാധ്യതയുണ്ട്. സമൂഹത്തോട് നാം നിർവഹിക്കേണ്ട ബാധ്യതകൾ കൃത്യമായും നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. ആ വിഷയത്തിൽ മൗനം പാലിക്കുകയോ ഉദാസീനത അവലംബിക്കുകയോ ചെയ്യരുത് എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. സാധാരണയായി മനുഷ്യരുടെ കിടപ്പറയിലെ രംഗങ്ങൾ വരെ കടപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടി വാദിക്കുന്ന ഇടത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തെല്ലാം
മോശമായ പ്രവർത്തനങ്ങളും രീതികളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പർശനം ആലിംഗനത്തിലേക്കും ആലിംഗനം ചുംബനത്തിലേക്കും അതിൻ്റെ അപ്പുറം പല വഴികളിലേക്കും മാറിപ്പോകുന്ന ദാരുണമായ രംഗങ്ങൾ നമ്മൾ കാണുകയാണ്. ഇത്രയും അധാർമിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തെ നേരെ നയിക്കേണ്ട ഒരു ബാധ്യത വിശ്വാസികൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട് സാമൂഹ്യ തിന്മകളുടെ പറുദീസയായി മാറിയിരിക്കുന്നു. സാധാരണയായി കേരളത്തെക്കുറിച്ച് ആളുകൾ പറയാറുള്ളത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ്. അത് മാറ്റിയിട്ട് ദൈവങ്ങളുടെ പിശാചുക്കളുടെ നാട് എന്ന് പറയേണ്ടടുത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പലപ്പോഴും മലയാളത്തിൽ കവികൾ പാടിയിട്ടുള്ളത് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ്. അത് മാറ്റിപ്പാടാൻ സമയമായിരിക്കുന്നു. ഭാരതം എന്ന പേര് കേട്ടാൽ അപമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ കുഞ്ചിച്ചിടയണം തല ലജ്ജയാൽ എന്ന രൂപത്തിലേക്ക് മാറ്റിപ്പാടേണ്ട അവസ്ഥയിലാണ് മനുഷ്യ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇവിടുത്തെ ചുറ്റുപാടുകളിൽ പ്രവാസികളായി കഴിഞ്ഞുകൂടുന്ന നമുക്കിടയിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഇതുപോലെയുള്ള അധാർമികമായ ഒരുപാട് പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മദ്യപാനത്തിൻ്റെ വിഷയത്തിൽ മലയാളി സമൂഹം മോശമല്ല. അതുണ്ടാക്കുന്നിടത്തും അത് വിൽക്കുന്നിടത്തും അത് കുടിക്കുന്നിടത്തും അവർ മത്സരിക്കുകയാണ്. അതിൽ ജാതി മത വ്യത്യാസങ്ങൾ കാണുന്നില്ല. പലിശയുടെ രംഗത്ത്, തായ്ലൻഡ് ചൂതാട്ടത്തിൻ്റെ രംഗത്തൊക്കെയും എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ മയക്കുമരുന്നുകളുടെ ഉപയോഗവും മലയാളി സമൂഹത്തിലും അല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ വരെ പടർന്നുകൊണ്ടിരിക്കുന്ന രംഗം നമ്മൾ കാണുകയാണ്. നമ്മളൊക്കെ വിചാരിച്ചു പോയത് നമ്മൾ ഈ പ്രവാസ ലോകത്ത് കുടുംബമായി ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്വസ്ഥമായി സമാധാനത്തോടു കൂടെ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ നമ്മുടെ വീട്ടിൽ സുഖമായി ഉണ്ട് എന്നാണ്. പക്ഷേ നമ്മൾ വീടുകളിൽ കാണുന്ന കുട്ടികളല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടുകെട്ടുകളിൽ കാണുന്നത് എന്നതാണ് ശരിയായ യാഥാർത്ഥ്യം. നമ്മുടെ ഇവിടെ തന്നെയുണ്ട് പല കുട്ടികളും മയക്കുമരുന്നുകളോട് അടുക്കുകയും അതുപയോഗിച്ചിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ മറ്റ് സുഹൃത്തുക്കൾക്ക് SMS അയക്കുന്ന രംഗങ്ങൾ വരെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രദേശത്തുണ്ടായി എന്ന് പറയുമ്പോൾ അത് നമ്മളുമൊക്കെയായി ബന്ധപ്പെടുന്ന ആളുകളുടെ കുട്ടികളും അതിൽ ഭാഗമാക്കാണെന്ന് പറയുമ്പോൾ എവിടെ എത്തി സമൂഹം എന്ന വിഷയം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദമാമിലും ജിദ്ദയിലുമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ജയിലുകളിൽ കഴിയുമ്പോൾ എന്തിന് എന്ന് ചോദിച്ചാൽ അത് അവർ പരസ്പരമുള്ള ബന്ധങ്ങളിൽ പരാതികൾ ഉയർന്നു വന്നപ്പോൾ അവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ ആ കുട്ടികൾ ജീവിതത്തിൽ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ പോലീസിനോട് സത്യമായി തുറന്നു പറഞ്ഞപ്പോൾ ജയിലറക്കുള്ളിലേക്ക് അവർ പോകേണ്ടി വന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികളാണ്. സഹോദരങ്ങളെ, അധാർമികമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. എന്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആളുകൾ വാദിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. ഈ വിഷയം ഒരു മുസ്ലിമിന് എന്ത് നടപടിയാണ്, എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കാനുള്ളത്? നമുക്ക് മൗനം പാലിക്കണമോ? നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അധാർമികമായ തിന്മകൾ പെരുകുമ്പോൾ അതിനോട് യാതൊന്നും പ്രതികരിക്കാതെ കണ്ണടച്ച് അത് ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആളുകളാണോ വിശ്വാസികൾ? അല്ല. വിശുദ്ധ ഖുർആൻ ഒരുപാട് തിന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സകല തിന്മകളെയും വിലക്കുകയും സകലമാന നന്മകളെയും സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ പ്രവാചകൻ. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയുക്തനായത് എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ട് ഈ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന അധാർമിക പ്രവണതകൾക്കെതിരെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? വ്യക്തി എന്ന നിലയിലും കൂട്ടായും നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന വിഷയം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ തിന്മ യാതൊരു സംശയവും വേണ്ട ശിർക്ക് തന്നെയാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ആ സൃഷ്ടാവായ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വിഷയം അത് ഏറ്റവും വലിയ അക്രമവും തിന്മയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ തിന്മകൾ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതിനുവേണ്ടി ആളുകൾ മത്സരിക്കുകയാണ്. അതിനെതിരെ ശബ്ദിക്കാതെ, അത്തരം കാര്യങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ നമുക്ക് കൈകെട്ടിയിരിക്കാൻ കഴിയുമോ? ഇനിയും നിങ്ങൾ നോക്കുക, സമൂഹത്തിൽ നടപാടുന്ന ധാർമ്മികമായ അധപ്പതനങ്ങൾ, അരാജകത്വങ്ങൾ, അതിനെ വിമർശിക്കാതിരിക്കാൻ, അതിന് നേരെ വിരൽ ചൂണ്ടാതിരിക്കാൻ, സംസാരിക്കാതിരിക്കാൻ, തടുക്കാതിരിക്കാൻ കഴിയാവുന്നിടത്തോളം തടുക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? മനുഷ്യാവകാശ ലംഘനങ്ങളും സാമ്പത്തിക അഴിമതിയും ഉപഭോഗ ധൂർത്തും ലൈംഗികമായ ആഭാസങ്ങളും വിശുദ്ധ ഖുർആൻ മുമ്പ് പരിചയപ്പെടുത്തിയ, മുൻപ് കഴിഞ്ഞുപോയ സമുദായത്തിലുണ്ടായ സംഗതികൾ, അത് നമ്മൾ ഇന്ന് മൊത്തത്തിൽ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഖുർആൻ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാർ കടന്നു വന്നത് ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന സത്യം ലോകത്തോട് പറയാൻ വേണ്ടിയാണ്, മനുഷ്യരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒപ്പം ആ സമുദായത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അധാർമിക പ്രവണതകൾക്കെതിരെ, തിന്മകൾക്കെതിരെ, മോശമായ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവാചകന്മാർ വിരൽ ചൂണ്ടിയിട്ടുണ്ട്, ശബ്ദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ആ സമൂഹത്തെ വിലക്കിയിട്ടുണ്ട്. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ ശുഐബ് നബിയുടെ നിയോഗത്തെക്കുറിച്ച് ഇപ്രകാരമാണ് സൂറത്ത് ഹൂദിൽ നമ്മളോട് പറയുന്നത്. വഇലാ മദീന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇന്നി അറാകും ബിഖൈർ വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയൻ നിവാസികളുമായി സംസാരിക്കുകയാണ്, സംവദിക്കുകയാണ്. ആ പ്രവാചകനെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്, വഇലാ മദിയന അഖാഹും ശുഐബ. മദിയനിലേക്ക്, മദിയൻ ഗോത്രത്തിലേക്ക്, ആ സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ശുഐബിനെ നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ്, എൻ്റെ ജനതയെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾക്ക് അല്ലാഹുവല്ലാത്ത മറ്റൊരു ആരാധ്യനില്ല. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ. അതാണ് ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന അവരുടെ അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ച സംഗതി. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. ആ സമൂഹം ചെയ്ത തെറ്റായ പ്രവർത്തനം അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയായിരുന്നു. ഇന്നി അറാകും ബിഖൈർ, ഞാൻ നിങ്ങളെ ക്ഷേമത്തിലാണ് കാണുന്നത്. വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്, ആകെ മൂടുന്ന ഒന്നായി നിങ്ങളെ വ്യാപിക്കുന്ന ഒരു ദിവസത്തിൻ്റെ ശിക്ഷ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നുവെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമൂഹത്തെ താക്കീത് ചെയ്തുകൊണ്ട് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വയാ ഖൗം, എൻ്റെ സമുദായമേ, ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിപൂർവം അളവും തൂക്കവും നീതിപൂർവമായി പൂർണ്ണമാക്കി കൊടുക്കുക. ജനങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണമാക്കി കൊടുക്കണം. വലാ തബ്ഖസുന്നാസ്, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ, വലാ തബ്ഖസുന്നാസ അഷിയാഹും, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ നിങ്ങൾ കമ്മി വരുത്താതിരിക്കുകയും ചെയ്യണം. വലാ തഗ്സൗ ഫിൽ അർളി മുഫ്സിദീൻ, വലാ തഗ്സൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ഇതാണ് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമുദായത്തോട് പറഞ്ഞത്. ആ സമൂഹം അത് കേട്ടില്ല. അധാർമികമായ പ്രവർത്തനങ്ങളിൽ മുഴുകി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകനെ അവർ ധിക്കരിച്ചു. ആ വാക്കുകൾ കേട്ടില്ല. പടച്ചതമ്പുരാൻ ആ സമൂഹത്തെ ഘോര ശബ്ദത്താൽ നശിപ്പിച്ചു. ആ സമൂഹം അവരുടെ വീടുകളിൽ കമഴ്ന്നു വീണ് മരിച്ചുപോയി എന്ന് ഖുർആൻ പറഞ്ഞു. മറ്റൊരു പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സദൂം നിവാസികളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ. ആ സമൂഹത്തിൻ്റെ പ്രവർത്തനം എന്താണ്? ആ സമൂഹം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ പടച്ചവൻ സൃഷ്ടിച്ച മനുഷ്യരിൽ ആദ്യമായി ഈ പ്രവർത്തനം ചെയ്ത ആളുകൾ സ്വവർഗരതിയുടെ ആളുകളായിരുന്നു അവർ. അവരെക്കുറിച്ച് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നത്, അതഅതൂന ദുക്റാന മിനൽ ആലമീൻ
വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും ബൽ അൻതും ഖൗമുൻ ആദൂൻ. നിങ്ങൾ ലോകത്തിൽ നിന്ന് ആണുങ്ങളെ അടുക്കൽ ചെല്ലുകയും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇണകളെ വിട്ടുകളയുകയുമാണോ? അല്ല, നിങ്ങൾ അതിക്രമികാരികളായ ഒരു ജനത തന്നെയാകുന്നുവെന്ന് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ആ സമൂഹം ആ പ്രവാചകന്റെ വാക്കുകൾ കേട്ടില്ല. അധാർമികതയിൽ മുഴുകിയവർ, അതിൽ മത്സരിച്ചു അവർ, ലൂത്ത് നബിയെ ധിക്കരിച്ചു അവർ. പടച്ച തമ്പുരാൻ ആ സമൂഹത്തിൻ്റെ മേൽ തീക്കല്ലുകൾ വർഷിക്കുകയും ആ രാജ്യത്തെ കീഴ്മേൽ മറിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഇത് ഖുർആൻ പറയുന്ന ചരിത്രമാണ്, സംഭവിച്ച സംഗതികളാണ്. അപ്പോൾ അധാർമികമായ വിഷയത്തിൽ ആദ് സമുദായം, സമൂദ് ഗോത്രം ഇവരൊക്കെ നശിപ്പിക്കപ്പെടാനുള്ള കാരണം അവരുടെ തിന്മകളുടെ ഫലമാണ് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. നോക്കൂ, ഓരോ പ്രവാചകന്മാർ കടന്നു വന്നപ്പോഴും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ആ സമൂഹം ചെയ്ത പ്രവർത്തനം മനുഷ്യാവകാശ ലംഘനമായിരുന്നുവെങ്കിൽ, ഫിർഔന്റെ കാലഘട്ടം, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ നിഷ്ഠൂരമായ പീഡനങ്ങൾ, ശുഐബ് നബിയുടെ കാലഘട്ടത്തിൽ സാമ്പത്തികമായ അഴിമതികൾ, ധനദുരുപയോഗം, ഇങ്ങനെ ഒരുപാട് സംഗതികൾ, ലൂത്ത് നബിയുടെ കാലഘട്ടത്തിൽ ലൈംഗികമായ ആഭാസങ്ങൾ, ഇതൊക്കെ നടന്നപ്പോൾ അതിനെതിരെ പ്രവാചകന്മാർ സംസാരിച്ചു. ജനങ്ങൾ നന്നാകാൻ കൂട്ടാക്കിയില്ല. ശുഐബ് നബിയോട് പറഞ്ഞത്, ഞങ്ങളുടെ കാശ് കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് നിനക്കെന്താ ശുഐബ് എന്നാണ്. അങ്ങനെയാണല്ലോ ആളുകൾ ചോദിക്കുക. ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ ചെയ്യുന്നത്, നിങ്ങളുടെ ആരുടെയും കാശ് ഞങ്ങൾ വാങ്ങുന്നില്ലല്ലോ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല മുടക്കമുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇത് പ്രവാചകന്മാരോടും അതാത് കാലഘട്ടത്തിലെ ആളുകൾ ചോദിച്ചിരുന്നു. തിന്മകൾക്കെതിരെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കി പോകാമെന്ന് പ്രവാചകന്മാരോട് പറഞ്ഞിരുന്നു. പക്ഷേ പടച്ച റബ്ബ് വിട്ടില്ല, അല്ലാഹു തആല വിട്ടില്ല. അവരെ പടച്ച തമ്പുരാൻ ശിക്ഷിച്ചു. അതുകൊണ്ട് തന്നെ സമുദായത്തിൽ കൂട്ടമായ നാശമുണ്ടാകാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ സമൂഹത്തിൽ ഒന്നാകെ വന്നിറങ്ങാതിരിക്കാൻ, അധാർമികതകൾക്കെതിരെ കണ്ണടക്കാൻ വിശ്വാസികൾക്ക് പാടില്ല. ഇത് എന്ത് ചെയ്യണം? ബോധവൽക്കരണം ഉണ്ടാകണം. ആളുകളോട് പറയണം. കാണുന്ന ആളുകളും കേൾക്കുന്ന ആളുകളും അതിന് പ്രതികരിക്കണം. കഴിവുള്ള ആളുകൾ പ്രതികരിക്കണം, കഴിവിൻ്റെ രൂപത്തിൽ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കുന്നവർ ഉത്തമ സമുദായമാണ് എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമുദായം ഖൈറ ഉമ്മത്താണ്. എന്താണ് ഖൈറ ഉമ്മത്തിൻ്റെ പ്രത്യേകത? എന്താണ് ഈ ഖൈറ ഉമ്മത്ത് നല്ല സമുദായമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതും ഖുർആൻ പറഞ്ഞു. നിങ്ങളാണ് ഉത്തമ സമുദായം, ഖൈറ ഉമ്മത്ത്. ജനങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ട സമുദായങ്ങളിൽ ഉത്തമ സമുദായം നിങ്ങളാണ്. എന്താണ് ആ സമൂഹത്തിൻ്റെ പ്രത്യേകത? തഅമുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുന്നു, സദാചാരം കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, ദുരാചാരത്തെ വിരോധിക്കുന്നു, തിന്മയെ എതിർക്കുന്നു, വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അല്ലാഹുവിൽ വിശ്വസിക്കുകയും ദുരാചാരത്തെ എതിർക്കുകയും സദാചാരത്തെ കൽപ്പിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് നിങ്ങൾ. അവരാണ് ഖൈറ ഉമ്മത്ത്, അവരാണ് ഉത്തമ സമുദായമെന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. അതുകൊണ്ട് സദാചാരം കൽപ്പിക്കണ്ടേ? സദാചാര പോലീസാകാനല്ലത് പറയുന്നത്. കോഴിക്കോട്ടങ്ങാടിയിൽ ബഹളമുണ്ടാക്കിയ സദാചാര പോലീസിൻ്റെ കാര്യമല്ലത് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ, പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്ന സംഗതി, സത്യവിശ്വാസികളെ ഖൈറ ഉമ്മത്താണ് നിങ്ങൾ. നിങ്ങൾ സദാചാരം കൊണ്ട് പറയണം, നിങ്ങൾ കൽപ്പിക്കണം, ദുരാചാരം വിലക്കണം. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസപരമായ തിന്മകളുണ്ട് സമൂഹത്തിൽ, കർമ്മപരമായ തിന്മകളുണ്ട് സമൂഹത്തിൽ, സ്വഭാവപരമായ തിന്മകളുണ്ട് സമൂഹത്തിൽ. ഇതിനെതിരെ യഥാർത്ഥ വിശ്വാസി ശബ്ദിക്കേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട്. വിശ്വാസപരമായ തിന്മകൾ നിരവധിയാണ്, നമുക്കതറിയാം, അത് വിശദീകരിക്കേണ്ടതില്ല. അതുപോലെ കർമ്മപരമായ തിന്മകൾ, സ്വഭാവപരമായ തിന്മകൾ ഒട്ടനവധിയുണ്ട്. സമൂഹത്തിൽ ക്യാൻസർ പരക്കിയത് പടർന്നു പിടിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ല എറണാകുളത്ത്? അവിടെ അത് സംഭവമുണ്ടായപ്പോൾ ഒരു ചുംബന സമരം, ഒരു വിപ്ലവം. നമ്മൾ വായിച്ചതൊക്കെ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് വിപ്ലവം നടത്തിയത്.
അത് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ അധാർമികതയുടെ വിപ്ലവമായി പോയി. ഉമ്മ വെക്കണ്ടെന്നോ ചുംബിക്കേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് കാരുണ്യത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ചുംബിച്ചിട്ടില്ലേ? നമുക്ക് ആ സംഭവം അറിയില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടിയെ ചുംബിച്ചു. 10 മക്കളുടെ പിതാവായ ഒരു മനുഷ്യൻ ഇത് കാണുകയാണ്. ആ മനുഷ്യൻ ജീവിതത്തിൽ ഇന്നേ വരെ അയാളുടെ ഒരു മക്കളെയും ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട പേരമകനെ ചുംബിക്കുന്ന രംഗം കണ്ടപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, അഖ്റബ് ബിൻ യാബിസ് ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, കുട്ടികളെ ചുംബിക്കുകയോ? ഇതെന്തോ വലിയ കാര്യമായിട്ടാണ് മുപ്പന് മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കാരുണ്യമാണ്, ഇത് കാരുണ്യമാണ്. അല്ലാഹു തആല അവൻ്റെ അടിമകളുടെ മനസ്സിലേക്ക് ഇട്ടുകിടക്കുന്ന കാരുണ്യത്തിൻ്റെ അടയാളമാണത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പടച്ചു തമ്പുരാൻ കരുണ എടുത്തു മാറ്റിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ അയാൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് 10 മക്കളുണ്ട്. ആ 10 മക്കളിൽ ഒരാളെയും ഞാൻ ഇന്നേ വരെ ചുംബിച്ചിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ മനുഷ്യൻ പറഞ്ഞത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് കാരുണ്യത്തിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞത്. അതാരും എതിർത്തിട്ടില്ല. നിങ്ങൾ എയർപോർട്ടുകളിലേക്ക് പോയി നോക്കൂ. എല്ലാ എയർപോർട്ടുകളിലും കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം മുഴുവൻ എയർപോർട്ടുകളും പരിശോധിക്കുക. അവിടെ ആലിംഗനങ്ങൾ നടക്കാറില്ലേ? ചുംബനങ്ങൾ നടക്കാറില്ലേ? ഉണ്ടല്ലോ. അത് ആളുകൾ കാണാറില്ലേ? എന്തെങ്കിലും ആളുകൾക്ക് തോന്നാറുണ്ടോ? യാത്ര അയക്കുന്നു ഗൾഫിലേക്ക് ഭർത്താവിനെ, മകനെ, സഹോദരനെ, കൂട്ടുകാരനെ, അയൽവാസിയെ ആളുകൾ ചുംബിക്കാറില്ലേ? ആലിംഗനം ചെയ്യാറില്ലേ? പൊട്ടിക്കരയാറില്ലേ? അത് കണ്ട് മറ്റുള്ള ആളുകളും കരയാറില്ലേ? അത് സ്നേഹമാണ്. അവിടെ ആർക്കും പ്രശ്നമില്ലല്ലോ. തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്യുന്നു, അവിടെ പ്രശ്നമില്ല. പക്ഷേ ഇത് അനാവശ്യമായ അധാർമികതയിലേക്ക് പോകുന്ന ഒരു തരം കോമാളിത്തം രാജ്യത്തുണ്ടാകുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കാൻ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയാൻ വിശ്വാസികൾക്ക് കഴിയുമോ? കഴിയില്ല. അതിൻ്റെ പരമ്പര പിടിച്ചുകൊണ്ട് കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും ആ തോന്നിയാസം അരങ്ങേറി, ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ അതിങ്ങനെ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിലും വലിയ രസം, അതിന് വേണ്ടി വന്ന ആളുകൾ 10-50 പേരാണ്. അത് കാണാൻ വേണ്ടി ആയിരങ്ങൾ വന്നു എന്നതാണ്. മരത്തിൻ്റെ മുകളിലും 75 വയസ്സുള്ള ആളെയും കാണാൻ കഴിഞ്ഞു വന്നതാണ്. കൈകൊട്ടിച്ചിരിക്കുന്ന മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ എത്തി ആളുകൾ? എവിടെ എത്തി ആളുകൾ? ധാർമ്മികമായ ബോധമില്ല. തിന്മകൾക്കെതിരെ ഒന്ന് മനസ്സുകൊണ്ടെങ്കിലും വെറുക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്നുവോ? നിരവധിയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ തോന്നിയാസങ്ങൾ നടക്കുന്നില്ലേ? നമ്മുടെ ആളുകൾ ചെയ്യുന്നില്ലേ? അത്തരം ആളുകളോട് നിസ്സഹകരിക്കാൻ, അരുത് എന്ന് പറയാൻ, ഇത് ശരിയല്ലെന്ന് പറയാൻ, ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പൊതുവെ ഒരു വർത്തമാനമുണ്ട്, ഒറ്റിക്കൊടുത്തു. അവൻ ഒറ്റി. അത് ഒറ്റിക്കൊടുക്കലാണോ? തിന്മകൾ ഉണ്ടാകുമ്പോൾ, അധാർമികമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ, മനുഷ്യൻ നശിക്കുമ്പോൾ അരുത് എന്ന് പറയാനും നിയമത്തിൻ്റെ ആളുകളുടെ മുമ്പിലേക്ക് അത് എത്തിക്കാനും ഒരു മനുഷ്യൻ ശ്രമിച്ചാൽ അത് ഒറ്റിക്കൊടുക്കലല്ല, അതവൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. പലപ്പോഴും ആളുകൾ പറയാറുള്ളത് അത് ഒറ്റിക്കൊടുക്കുന്നുവെന്നാണ്. ധാർമ്മികമായ ഉത്തരവാദിത്വം, തിന്മകൾക്കെതിരെയുള്ള അവൻ്റെ മനസ്സ്, അത് പ്രവർത്തിക്കണം. വെറുതെ ഇരിക്കരുത്. വിശ്വാസികളുടെ സമൂഹം അങ്ങനെയാകണം. തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം. കഴിയുമ്പതും പ്രതികരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഒരുപാട് കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിൽ ഇസ്രായേൽ സമുദായം ശപിക്കപ്പെടാൻ കാരണമായി സൂചിപ്പിച്ച സംഗതിയും ഇത് തന്നെയാണ്. ഖുർആൻ പറഞ്ഞു, ലഉനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. ഖുർആനാണ് ഇത് പറയുന്നത്. ദാവൂദ് നബിയുടെയും മറിയമിൻ്റെ മകൻ ഈസയുടെയും നാവിനാൽ ഇസ്രായേൽ സന്തതികളിലെ സത്യനിഷേധികൾ ശപിക്കപ്പെട്ടു. എന്താണ് കാരണം? ذلك بما عصوا وكانوا يعتدون. അവർ അനുസരണക്കേട് കാണിച്ചു, അതിക്രമികളായിരുന്നു. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അതാണ് പ്രത്യേകത. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അവർ പ്രവർത്തിച്ചിരുന്ന അധാർമികതകൾക്കെതിരെ അവർ പരസ്പരം വിലക്കിയില്ല, തിന്മകൾ വിലക്കിയില്ല. അവർ
അവരുടെ ഇടയിൽ തിന്മകൾ ഉണ്ടായപ്പോൾ അത് പരസ്പരം വിലക്കിയില്ല. അത് ചെയ്യാത്തത് കൊണ്ട് ഇസ്രായേൽ മക്കളിലെ സത്യനിഷേധികൾ ദാവൂദ് നബിയുടെയും മറിയമിന്റെ മകൻ ഈസയുടെയും നാവിനാൽ ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഖുർആൻ പറഞ്ഞു. ശാപത്തിന് അർഹരാണ് അത്തരം ആളുകളെന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. നമ്മോട് എന്താണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്? വൽതകും മിൻകും ഉമ്മ വൽതകും മിൻകും ഉമ്മതൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളൊരു സമുദായം ഉണ്ടാകട്ടെ, നിങ്ങളൊരു സമുദായമാകണം. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, ദുരാചാരങ്ങൾ വിരോധിക്കുന്ന, തിന്മകൾ വിലക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളായ ആളുകൾ എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഒരു സമുദായമായി മാറണം. എന്താണ് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത? ഒരു സമൂഹം നിങ്ങൾ ഉണ്ടാകണം. എന്തിനാണത്? നന്മയിലേക്ക് ക്ഷണിക്കാൻ, നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ ഒരു സമൂഹം ഉണ്ടാകണം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണിത്. ഒരു സമൂഹം ആരോഗ്യപരമായി മുന്നോട്ട് പോകുന്ന വിഷയമാണിത്. നന്മയുണ്ടാകണം, നന്മയെക്കുറിച്ച് പറയണം, ബോധവൽക്കരണം ഉണ്ടാകണം, തിന്മയെ എതിർക്കണം, സംസാരിക്കണം, ആളുകളോട് മാറി നിൽക്കാൻ പറയണം. അതൊരു ഉത്തമ സമൂഹത്തിൻ്റെ കർത്തവ്യമാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ റആ മിൻകും മുൻകറ മൻ റആ മിൻകും മുൻകറ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ദുരാചാരം കണ്ടാൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ദുരാചാരം കണ്ടാൽ അവനവൻ്റെ കൈ കൊണ്ട് അതിനെ തടുക്കട്ടെ. ഒരു തിന്മ കണ്ടാൽ കൈ കൊണ്ട് തടുക്കട്ടെ. അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് തടുക്കട്ടെ. അതിനും സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ടെങ്കിലും അവനത് ചെയ്യണം, വെറുക്കട്ടെ. അതാണ് ഈമാൻ്റെ ഏറ്റവും ദുർബലമായ പടി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്യണം. നിങ്ങൾക്ക് ആ വിഷയം കൈകൊണ്ട് തടുക്കാനാണോ സാധിക്കുക? കൈകൊണ്ട് തടുക്കണം. ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം അങ്ങനെയാണ്. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾക്ക് ഈമാൻ കുറഞ്ഞു പോകാം. ആളുകളോട് ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിൽ കയറിക്കൊള്ളണമെന്നില്ല. അവിടെ അതുകൊണ്ട് സാധിക്കാത്ത ആളുകൾ വിശ്വാസം കുറഞ്ഞു പോവുകയും പടച്ചതമ്പുരാനെ ഭയപ്പെടാതിരിക്കുകയും തിന്മകളിൽ വ്യാപൃതരാവുകയും ചെയ്യുമ്പോൾ അവിടെ അക്കാര്യം ഫലവത്താകുന്നില്ലെങ്കിൽ അവിടെ അധികാരം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അവിടെയാണ് അധികാരികളുടെ പ്രത്യേകത. അത് തിരുത്തപ്പെടണം. നിങ്ങൾ വീട്ടിലെ കുടുംബനാഥനാണ്. ഓരോ മനുഷ്യരും അവരുടെ വീട്ടിലെ കുടുംബനാഥനാണ്. എങ്കിൽ കുടുംബനാഥൻ എന്ന നിലക്ക് അവിടെയുണ്ടാകുന്ന തിന്മകൾക്കെതിരെ കൈകൊണ്ട് തടുക്കാൻ കഴിയില്ലേ? കഴിയും. ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന തിന്മകൾ കൈകൊണ്ട് മാറ്റാൻ കഴിയില്ലേ? കഴിയും. ഇനി കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കണം, നിങ്ങളുടെ തൂലികയിൽ എഴുതണം. അതെ, ആധുനിക ലോകം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പറയാറുണ്ടല്ലോ, നമുക്ക് കഴിയില്ല ഒന്ന് എഴുതാൻ. എല്ലാവരും ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാത്ത ഒരാളെ ലോകത്ത് ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ ഒന്നാം സ്ഥാനം ചൈനയും രണ്ടാം സ്ഥാനം ഇന്ത്യയുമാണ്. ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ. വാണം വിട്ട പോലെ പോവുകയാണ് ഈ വിഷയം. അത്തരം രംഗങ്ങളിൽ അധാർമികമായ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയാണ്. അതിനുള്ള ന്യൂസുകൾ, അതിൻ്റെ വാർത്തകൾ, അതിൻ്റെ വീഡിയോകൾ, അതിൻ്റെ ക്ലിപ്പിങ്ങുകൾ എല്ലാം കാണുന്നു. ഒന്ന് ക്ലിക്ക് ചെയ്താൽ 10,000ങ്ങളിലേക്ക് ഒരു സമയം പോകും. ഇവിടെ ഒരു വിശ്വാസി തനിക്ക് വേണ്ടിയുള്ള ധർമ്മം അവൻ ഉപയോഗപ്പെടുത്തണ്ടേ? തൻ്റെ കാര്യം ചെയ്യണ്ടേ? അതിനെതിരെ പ്രതികരിക്കാൻ, തെറ്റുകൾക്കെതിരെ അവൻ്റെ തൂലിക ഉപയോഗപ്പെടുത്തേണ്ടതില്ല. ഉണ്ട്. നാവ് കൊണ്ട് തടുക്കുക, പറഞ്ഞു കൊടുക്കുക, പ്രബോധനം ചെയ്യുക, ഉത്ബോധനം ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, പാടില്ല അരുത് എന്ന് പറയുക. തൻ്റെ കൂടെയുള്ള ആളുകളോട്, താനറിയുന്ന ആളുകളോട് തനിക്ക് കഴിയാവുന്ന രൂപത്തിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഒരു വിശ്വാസിക്കുണ്ട്. അതിനും കഴിയില്ലേ?
അതിനും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണ്ടേ ആ കാര്യത്തെ? വെറുക്കണം. മാനസികമായ വെറുപ്പുണ്ടാകണം. അത് ഈമാൻ്റെ ഏറ്റവും ദുർബലമായ പടിയാണെന്നും അതില്ലാത്തവൻ ഈമാൻ ഇല്ല എന്നുമാണല്ലോ. തെറ്റുകളോട് പ്രതികരിക്കാതെ മൗനം അവലംബിച്ചുകൊണ്ട് നിശബ്ദത പാലിച്ചുകൊണ്ട് കൈകെട്ടി നിന്നുകൊണ്ട് അങ്ങനെ നോക്കിപ്പോകുന്ന രംഗം, അവൻ്റെ മനസ്സിൽ ഈമാനില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ വിഷയമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിത് പറയണം. നമുക്കറിയാം, തിന്മകളറിയാം, ശരിയല്ലെന്നറിയാം. പക്ഷേ നമ്മൾ പറയാറില്ല. നമ്മളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താറില്ല. ഈ വിഷയത്തിൽ പറയണം. ചെയ്യാൻ കഴിയുന്നിടത്തോളം പ്രവർത്തിക്കണം. അത്രമാത്രം മലീവസമാണ് നമ്മുടെ സാമൂഹികമായ രംഗം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയുണ്ടായി. സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഉദാഹരണ സഹിതം തൻ്റെ സ്വഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. ഈ ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശിഷ്യന്മാർക്ക് അവർക്ക് വേഗം മനസ്സിലാകുവാൻ വേണ്ടി ഉദാഹരണ സഹിതമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അത് പ്രവാചകൻ്റെ അധ്യാപന ശൈലിയായിരുന്നു. നോക്കൂ, ഒരിക്കൽ ഒരു അറാബിയായ മനുഷ്യൻ വന്നു. അയാൾ മരുഭൂമിയിൽ വസിക്കുന്ന മനുഷ്യനാണ്. ഒട്ടകങ്ങളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യനാണ്. അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഭാര്യ പ്രസവിച്ചു. കുട്ടി കറുത്തതാണ്. കറുത്ത കുട്ടിക്കാണ് എൻ്റെ ഭാര്യ ജന്മം കൊടുത്തത്. ഞാൻ വെളുത്തയാളാണ്, എൻ്റെ ഭാര്യയും വെളുത്തവളാണ്. രണ്ടുപേരും വെളുത്തവരാകുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് കറുത്ത കുട്ടി ഉണ്ടാവുക? പക്ഷേ എൻ്റെ ഭാര്യ പ്രസവിച്ചത് കറുത്ത കുട്ടിയാണ്. ആരാണ് ഉത്തരവാദി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം കുറേ വിശദീകരിച്ചാൽ ഈ മരുഭൂമിയിൽ ഒട്ടകത്തോടൊപ്പം ജീവിക്കുന്ന മനുഷ്യന് മനസ്സിലാകില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ ഉദാഹരണം ചോദിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലക മിൻ ഇബിൽ, നിനക്ക് ഒട്ടകമുണ്ടോ? നിനക്ക് ഒട്ടകമുണ്ടോ? ഉണ്ട് പ്രവാചകരെ, ഒട്ടകമുണ്ട്. എന്താ ഒട്ടകത്തിൻ്റെ നിറം? ചുവപ്പാണ് റസൂലെ, ചുവന്ന ഒട്ടകമാണ് എനിക്കുള്ളത്. ശരി, ആ ഒട്ടകത്തിന് കറുപ്പും വെളുപ്പും കലർപ്പുള്ള കുഞ്ഞുങ്ങളില്ലേ, ഒട്ടകങ്ങൾ ഉണ്ടാകാറില്ലേ? ആ ഉണ്ട് റസൂലെ, അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഉണ്ട്. അതെവിടെ നിന്ന് വന്നു? ആ അറാബി പറഞ്ഞു, നബി, അത് ചിലപ്പോൾ പാരമ്പര്യമായിരിക്കും. ഇതിൻ്റെ ഒട്ടകത്തിൻ്റെ മുമ്പുള്ള തള്ള അതിൻ്റെ മുകളിലുള്ളതോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പാരമ്പര്യമാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, ഫഇബ്നക ഹാദാ ലഅല്ലഹു നസഅഹു അർക്ക്, എങ്കിൽ നിൻ്റെ ഈ കുട്ടിയും പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം ആ നിറം. നിൻ്റെ വാപ്പയുടെ വാപ്പയുടെ വാപ്പയോ അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മയോ ആരെങ്കിലും ഈ രൂപത്തിലുണ്ടാകാം, ഈ നിറമുണ്ടാകാം. എങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാണ്. അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ തിരിച്ചുപോയി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചോദ്യം. പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ ഈ വിഷയത്തിൽ, നന്മകൾ പറയുന്ന വിഷയത്തിൽ, തിന്മകൾ വിലക്കുന്ന വിഷയത്തിൽ, സമൂഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു. പലപ്പോഴും നമ്മളൊക്കെ കേട്ട സംഗതിയാണത്. സാന്ദർഭികമായി സൂചിപ്പിക്കാം. പ്രവാചക തിരുമേനി പറഞ്ഞു, മസലുൽ ഖായിമി ഫി ഹുദൂദില്ലാ വൽ വാഖിഅ, ഇതാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ ലംഘിക്കുന്നിടത്ത്, നടപ്പിലാക്കുന്നിടത്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ വിഷയം എന്നുവെച്ചാൽ നന്മ ഉണ്ടാവുക, തിന്മയില്ലാതിരിക്കുക. അതിൻ്റെ ഉദാഹരണം എന്താണ്? ഒരു സമൂഹത്തെ പോലെയാണ്. കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരു സമൂഹം, കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു സമൂഹം. ആ സമൂഹം നറുക്കിട്ടിട്ട് താഴെത്തട്ടിൽ നിൽക്കേണ്ട ആളുകൾ ആര്, മേലെത്തട്ടിൽ നിൽക്കേണ്ട ആളുകൾ ആര് നറുക്കിടുകയാണ്. നറുക്കിട്ടിട്ട് താഴെത്തട്ടിലേക്ക് നറുക്കടിച്ച ആളുകൾ താഴത്തേക്ക് പോയി, മേലേത്തട്ടിലേക്ക് നറുക്കടിച്ച ആളുകൾ മുകളിലേക്കും പോയി. മുകളിലാണ് സൗകര്യം കൂടുതൽ, മുകളിലാണ് യാത്ര സുഖകരം, യാതൊരു പ്രയാസവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. വെള്ളം കിട്ടാനുമൊക്കെ സൗകര്യം അതാണ്, ആരെയും പ്രയാസപ്പെടുത്തേണ്ടതില്ല. പക്ഷെ താഴെയുള്ള ആളുകൾക്ക് കുറച്ച് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മേലെ തട്ടിലേക്ക് വരണം, അവിടെ നിന്ന് എടുക്കണം.
അത് ചിലപ്പോൾ വെള്ളം എടുക്കുമ്പോൾ വെള്ളം കാറ്റത്ത് തെറിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എത്തി വീഴാൻ സാധ്യതയുണ്ട്. അവരുടെ അനിഷ്ടം സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പ്രയാസങ്ങളുമുണ്ട്. അപ്പോൾ താഴെ തട്ടിലുള്ള ആളുകൾ പറഞ്ഞു, നമ്മൾ എന്തിനാ എത്ര ഇടങ്ങേറാകുന്നേ? ഒരു സൈഡിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ, നമ്മൾ ഏതായാലും വെള്ളത്തിൻ്റെ താഴെയാണ്, ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ നമുക്കതിലൂടെ വെള്ളമെടുക്കാമല്ലോ. മുകളിലേക്ക് കയറേണ്ടതില്ല, ആ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല, നമ്മളും പ്രയാസപ്പെടേണ്ടതില്ല. വേഗം അല്പം വെള്ളം കിട്ടിയാൽ പോലെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയാൽ വെള്ളമെടുക്കാമെന്ന് ആളുകൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ തറകൂഹും വമാ അറാദു വഹലകൂ ജമീഅ. ആ കൂട്ടരുണ്ടല്ലോ, അവരെ അങ്ങനെ തന്നെ വിട്ടാൽ, അവർ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ അങ്ങനെ തന്നെ വിട്ടാൽ അതിൻ്റെ ഫലം എന്താണ്? മുഴുവൻ ആളുകളും നശിക്കലായിരിക്കും. വഇൻ അഖദു അലാ ഐദീഹിം നജൗ വനജൗ ജമീഅ. ഇനി അവരുടെ കൈ പിടിച്ചാൽ, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, ആ കൈ പിടിച്ചാൽ അവരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും. ശരിയല്ലേ അത്? ആ കപ്പലിൽ ആ വെള്ളം കയറിയാൽ താഴെ തട്ടിലെ ആളുകൾ വേഗം വെള്ളമെടുക്കാനാണ്. മേലെ തട്ടിലെ ആളുകൾ നോക്കുമ്പോൾ വെള്ളം കയറുന്നുണ്ട്, സാരമില്ല, താഴത്തല്ലേ വെള്ളം, നമ്മളതിൻ്റെ മുകളിലാണല്ലോ എന്ന് വിചാരിച്ച് അവരുടെ കൈ പിടിക്കാതിരുന്നാൽ, ആ തിന്മക്കെതിരെ പ്രതികരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഫലം, പരിണിത ഫലം ആ സമൂഹം ഒന്നാകെ വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോകലായിരിക്കും. ആ കൈ പിടിച്ചാൽ അവർക്കും രക്ഷപ്പെടാം, മുഴുവൻ ആളുകൾക്കും രക്ഷപ്പെടാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിൽ നന്മ തിന്മകളുടെ വിഷയത്തിൽ സമുദായത്തെ ഉദാഹരിച്ചത്. ഈ സമൂഹത്തിൽ തിന്മകൾ ഉണ്ടാകുമ്പോൾ, അരാജകത്വങ്ങൾ ഉണ്ടാകുമ്പോൾ, അധാർമിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ, തെറ്റുകൾ പെരുകുമ്പോൾ അതിനെ വെറുതെ വിട്ടാൽ അതിൻ്റെ പരിണിത ഫലം അള്ളാഹുവിൻ്റെ അദാബ് ഈ സമൂഹത്തിന് ഇറങ്ങുക എന്നതായിരിക്കും. ഖുർആൻ പറഞ്ഞല്ലോ, വത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങളിൽ അക്രമികളായ ആളുകളെ മാത്രം ബാധിക്കാത്ത ശിക്ഷയെ നിങ്ങൾ പേടിക്കണം. ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ, അള്ളാഹുവിൻ്റെ അദാബ് വന്നിറങ്ങിയാൽ അതിൽ ആ തെറ്റ് ചെയ്തയാളെ മാത്രമായിരിക്കില്ല പിടികൂടുക, മുഴുവൻ ആളുകളെയും പിടികൂടും. അങ്ങനെയുള്ള ശിക്ഷയെ നിങ്ങൾ പേടിക്കണം എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ട ഉദാഹരണം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത്. തിന്മയാണത്, തെറ്റാണ് ചെയ്യുന്നത്, അവിടെ പിടിക്കുക. പിടിച്ചില്ലെങ്കിൽ ആ സമൂഹം ഒന്നാകെ നശിച്ചു പോകും. സമുദായത്തിൽ, മനുഷ്യ സമൂഹത്തിൽ തിന്മകൾ പെരുകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ, കൈകൊണ്ട് തടുക്കാൻ സാധിക്കുന്ന ആളുകൾ കൈകൊണ്ട് തടുക്കാതിരുന്നാൽ, നാവ് കൊണ്ട് തടുക്കാൻ സാധിക്കുന്ന ആളുകൾ അതിന് ചെയ്യാതിരുന്നാൽ, ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കാതിരുന്നാൽ ആ തിന്മകൾ പെരുകി മറ്റുള്ള ആളുകളിലേക്ക് പകർന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ മുഴുവൻ വന്നിറങ്ങാൻ കാരണമാകും. കഴിഞ്ഞുപോയ സമുദായത്തിൽ നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ സമൂഹവും നശിപ്പിക്കപ്പെടും എന്നാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. അത് പറഞ്ഞപ്പോൾ സ്വഹാബാവനതകൾ ചോദിക്കുന്നു, പ്രവാചകന്റെ ഭാര്യമാർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അവരിൽ നല്ലവരുണ്ടായിരിക്കെ, സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ നശിപ്പിക്കപ്പെടുമോ? അതെ, നശിപ്പിക്കപ്പെടും. അള്ളാഹുവിൻ്റെ അദാബ് വന്നിറങ്ങിയാൽ അത് എല്ലാവരെയും ബാധിക്കും. ഒരു കൊടുങ്കാറ്റ്, ഒരു പ്രകമ്പനം, ഒരു ഭൂകമ്പം, ഒരു മലവെള്ളപ്പാച്ചിൽ, ഒരു സുനാമി വന്നാൽ ആർക്കാണ് പിടിച്ചു വെക്കാൻ കഴിയുക? മനുഷ്യരുടെ സമൂഹത്തിൻ്റെ കുരുത്തക്കേടുകൾ കൊണ്ട്, മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ട്, അധാർമിക പ്രവർത്തനങ്ങൾ കൊണ്ട് പടച്ചതമ്പുരാൻ കോപിക്കുകയും ആ സമൂഹത്തിന് മേൽ അള്ളാഹുവിൻ്റെ അദാബ് ഇറക്കാൻ പടച്ച റബ്ബ് തീരുമാനിച്ചാൽ ആരുണ്ട് തടുത്തു വെക്കാൻ? ഒരാൾക്കും കഴിയില്ല. അതിനുള്ള പരിഹാരം എന്താണ്? സമൂഹം നന്നാകലാണ്. തെറ്റുകൾ ചെയ്യാതിരിക്കുക, അതിനെതിരെ മനസ്സുകളിൽ ദേഷ്യമുണ്ടാവുക, വെറുപ്പുണ്ടാവുക, സംസാരിക്കുക, ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ. എൻ്റെ ആത്മാവ് ആരുടെ കൈവശമാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ നന്മ കൽപ്പിക്കണം, നിങ്ങൾ തിന്മ വിരോധിക്കണം. അല്ലെങ്കിലോ പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് നേരെ ശിക്ഷ ഇറക്കും. ആ ശിക്ഷ വന്നിറങ്ങിയാൽ നിങ്ങൾ സുമ്മത ദഊനഹു ഫലാ യുസ്തജാബു ലക്കും. നിങ്ങൾ ദുആ ചെയ്യും, പക്ഷേ ഉത്തരമുണ്ടാകില്ല. തിന്മകൾ പെരുകുമ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതിരുന്നാൽ, അത് കാരണത്താൽ അല്ലാഹു തആല ശിക്ഷ ഇറക്കിയാൽ, ആ ശിക്ഷ വന്നിറങ്ങുമ്പോൾ പടച്ചവനെ കാക്കണയും ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടാകില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത പടച്ചതമ്പുരാൻ പറഞ്ഞത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം
പരസ്പരം സഹായിക്കുന്നവരാണ്. ഏതിലാണ്? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. വയുഖീമൂന സ്വലാഹ്, നമസ്കാരം നിലനിർത്തുന്നു. വയുതൂന സക്കാ, സക്കാത്ത് കൊടുക്കുന്നു. അങ്ങനെ വയുതീഊന അല്ലാഹ വറസൂല, അവർ അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നു. ഉലൈക, അക്കൂട്ടർ, സയർഹമുഹുമുല്ലാഹ്, അവരാകുന്നു അല്ലാഹു കരുണ ചൊരിയുന്ന ആളുകൾ. അവർക്കാണ് പടച്ച തമ്പുരാന്റെ കാരുണ്യം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ആയത്തിൽ അല്ലാഹു തആല നമസ്കാരത്തിൻ്റെ മുമ്പ് നന്മ കൽപ്പിക്കുന്ന വിഷയവും തിന്മ കൽപ്പിക്കുന്ന കാര്യവും പറഞ്ഞു, തിന്മ വിരോധിക്കുന്ന കാര്യവും പറഞ്ഞു അല്ലാഹു തആല. അതൊരു സമൂഹത്തിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധാർമികമായ പ്രവർത്തനങ്ങൾ, തെറ്റുകുറ്റങ്ങൾ സമൂഹത്തിൽ പരക്കുമ്പോൾ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത്, മുമ്പൊക്കെ കുറ്റകൃത്യങ്ങളിൽ മുസ്ലിം സമൂഹം ഉണ്ടായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. പിന്നീട് 1 or 2 ആളുകളെ ഉള്ളൂ. ഇപ്പോൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും നമ്മുടെ ആളുകൾ, എവിടെ നോക്കിയാലും തെറ്റു നടക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു. തൻ്റെ കക്ഷിയാണെങ്കിൽ, തൻ്റെ ആളുകളാണെങ്കിൽ, തൻ്റെ ബന്ധുക്കളാണെങ്കിൽ ന്യായീകരിക്കുന്നു, പത്രപ്രസ്താവന ഇറക്കുന്നു, വാർത്താ മാധ്യമങ്ങൾ വിളിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നു, പിന്നീട് മാറ്റി പറയുന്നു, പിന്നെയും മാറ്റി പറയുന്നു, പറഞ്ഞു കൊടുക്കുന്നു, പോലീസ് കേസിലാവുന്നു. ഇന്ന് പോലീസ് കേസെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ പറഞ്ഞ ആളുകളുടെ വിഷയത്തിൽ ആലോചിച്ച് നോക്കൂ. മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം, മതത്തിൻ്റെ ആളുകൾ, അതിൻ്റെ വക്താക്കൾ, അരുത് എന്ന് പറയേണ്ട ആളുകൾ, തിരുത്തേണ്ട ആളുകൾ, അവർ പോലും ഇത്തരം വിഷയങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനം ഒരു മുസ്ലിം പോക്കറ്റ് എന്ന് നോക്കുന്നത് മലപ്പുറം ജില്ലയിലേക്കാണല്ലോ. അവിടെ ബാറുകൾ കൂടുന്നു, ഷാപ്പുകൾ കൂടുന്നു, പർദ്ദയിട്ട പെണ്ണുവരെ ക്യൂ നിൽക്കുന്നു മദ്യം വാങ്ങാൻ. വാപ്പയും മകനും ആ നീണ്ട ലൈനിൽ മുമ്പും പിമ്പുമായി നിൽക്കുന്നു. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എവിടെ എത്തി കാര്യങ്ങൾ? അവിടെയൊക്കെ ആളുകൾക്ക് താല്പര്യം. സാധാരണ മുമ്പൊക്കെ ബ്ലൂ ഫിലിമുകൾ അത് കാസറ്റിലാക്കി കൊണ്ട് നടക്കും. ഇപ്പോൾ ഹോട്ട്, ഏറ്റവും ചൂടായത് ഡയറക്റ്റ് വേണമെന്നാണ്. അതിന് ഒളിക്യാമറ വെച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും പിടിക്കുകയും അപ്പോൾ വിൽക്കുകയും ചെയ്യുന്നു. എല്ലാ തോന്നിയാസങ്ങളുമുണ്ട് നാട്ടിൽ, എല്ലാമുണ്ട്. അത് കാണാൻ, അത് കണ്ടിരിക്കാൻ, കൈമാറ്റം ചെയ്യാൻ നിരവധി. ഇവിടെയില്ലേ അത്തരം തോന്നിയാസങ്ങൾ? ഇവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൗസ് വൈഫർമാർ ഒരു സംഘമുണ്ട്. ഇവിടെ എന്താണ് ഇവിടെ പണി? ചെറിയ ചെറിയ മെമ്മറി കാർഡുകൾ, സിമ്മുകൾ അവിടുത്തെ കഫീലിൻ്റെ മക്കൾക്ക് കൊടുക്കുക, കോളേജിലും സ്കൂളിലും പോകുന്ന പെൺകുട്ടികൾക്ക് കൈമാറുക, അവിടെ ഫോൺ ഇട്ട് കൊടുക്കുക, പിന്നീട് അതനുസരിച്ച് ആ കുട്ടികളെ വളച്ചുകൊണ്ട് പോവുക, തോന്നിയാസങ്ങൾ അവരെ ചെയ്യിപ്പിക്കുക. നടക്കുന്നില്ല? ഇവിടെ നടക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. ഇവിടുത്തെ ചെറിയ ചെറിയ കടകൾ, മൊബൈൽ ഷോപ്പുകൾ എങ്ങനെ ലാഭകരമാകുന്നത്? മൊബൈൽ വിറ്റിട്ടാണോ? അല്ലല്ലോ. ഇത്തരം സംഗതികൾ ഫോണിൽ കയറ്റി കൊടുത്തിട്ടാണ് ലാഭമുണ്ടാക്കുന്നത്. ചെറിയ ചെറിയ ക്ലിപ്പിങ്ങുകൾ കസ്റ്റമറുടെ ഫോണിലേക്ക് കയറ്റി കൊടുത്ത് കാശ് മേടിക്കുന്നു. അവർ അതിങ്ങനെ കൈമാറുന്നു. അത് സ്കൂളുകളിൽ വരെയുണ്ട്. കുട്ടികൾ കൊണ്ടുവരുന്ന സിമ്മുകളിൽ ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളിൽ അധ്യാപകർ കുട്ടികളുടെ ബാഗ്, കുട്ടികളുടെ ശരീരം ഒക്കെ പരിശോധിക്കുന്നു. ഇവിടുത്തെ കോളേജുകളിലുമുണ്ട് പ്രത്യേകമായ പരിശോധന. അതിൽ ഇത് കൊണ്ടുപോയിട്ട് സുഖമായി കുട്ടികൾ കാണുന്നു. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ. നമ്മളൊക്കെ വിദ്യാഭ്യാസ കാലത്ത്, നടന്നിരുന്ന കാലത്ത് എന്താണെന്നറിയാത്ത സംഗതികൾ ഇന്ന് മക്കൾ കൃത്യമായി പറഞ്ഞു തന്നെയാണ്. എങ്ങോട്ടാണിത് പോകുന്നത് എല്ലാം അറിയാം, എല്ലാം അറിയാം. ഡോക്ടർമാർ കൂടിയ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ ഒരു വിവാഹം കഴിക്കുന്ന വിഷയങ്ങളുമായി, വിവാഹത്തിൽ കടക്കുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ്, വിവാഹത്തിലേക്ക് പോകുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഡോക്ടർ പറഞ്ഞത്, അവരുടെ ചോദ്യം, ഇത് നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ, ആദ്യ രാത്രി, ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, എവിടെ നിന്നൊക്കെയോ കേട്ട കാര്യങ്ങളൊക്കെ എന്താകും എന്ന് ചിന്തിച്ച് തലയിൽ കയറ്റി നിൽക്കുന്ന രാത്രിയാണല്ലോ അത്. എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചു നടക്കുന്ന രാത്രി. സത്യത്തിൽ ഒന്നും സംഭവിക്കാതില്ല. പക്ഷെ അവിടെ അവരോട് ചോദിച്ചു, നിങ്ങൾ ആദ്യ രാത്രി കണ്ടിട്ടുണ്ടോ? പണ്ടൊന്നും ആർക്കും ഇത് അറിയില്ലായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ, ഞങ്ങൾ കണ്ടിട്ടുണ്ട് കയ്യിലുള്ള ഇതിൽ, മെമ്മറിയിൽ. അങ്ങനെയായി ഇപ്പോൾ സമൂഹം. എല്ലാം ഇങ്ങനെ, എല്ലാം അങ്ങനെയാണ്. എല്ലാം തുറന്നിരിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. സ്വാതന്ത്ര്യം, ന്യൂ ജനറേഷൻ.
കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു, ആഫ്രിക്കൻ രാജ്യത്ത് ഉടനെ സംഭവിക്കാൻ പോകുന്നു വസ്ത്രം അഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. എന്താണ് കാരണം? ഒരു പെണ്ണ് മോശമായ വസ്ത്രം ഇട്ട് പോയപ്പോൾ ആരോ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൈ ഡ്രസ് മൈ ചോയ്സ്, പുതിയ മുദ്രാവാക്യം. എൻ്റെ വസ്ത്രം എൻ്റെ തീരുമാനമാണ്. അതിൽ പ്രതിഷേധം കുറച്ച് ആളുകൾ കൂടി, പെൺകുട്ടികൾ കൂടിയിട്ട് പബ്ലിക്കായിട്ട് അത് ഉരിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പത്രത്തിൽ. എവിടെയാണ് സമൂഹം? എങ്ങോട്ടാണ് പോക്ക്? അത് കണ്ടാൽ മതി. നമ്മുടെ നാട്ടിൽ അപ്പോൾ തന്നെ തുടങ്ങും. നമ്മുടെ നാട്ടിൽ കുറച്ച് പെണ്ണുങ്ങൾ എല്ലാം അയച്ചിട്ട് ബാനറും പിടിച്ച് നടന്നു. എറണാകുളത്ത് മുമ്പിൽ ബാനർ തൂക്കി പിടിച്ചൊന്നുമില്ല, ആ കോലത്ത് നടന്നു. അതും ആളുകൾ കണ്ടു. ഇതിനെതിരെ പ്രതികരിക്കാൻ, സംസാരിക്കാൻ, ഒന്ന് മാനസികമായി വെറുക്കാൻ വിശ്വാസികളുടെ സമൂഹത്തിന് കഴിയില്ല. ഒരു ഉത്തമ സമുദായം, ഖൈർ ഉമ്മത്താണ് ഈ മുസ്ലിം സമൂഹം. പക്ഷേ ആ ഉമ്മത്തിലെ അംഗങ്ങളും ഇത്തരം തോന്നിയവാസങ്ങളിൽ ഉണ്ടാകുന്നു. എറണാകുളത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ മീഡിയകൾ പുറത്തുവിട്ട ആദ്യത്തെ പേര് ഒരു അറബി പേരായിരുന്നു. മുസ്ലിമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു അറബി പേരായിരുന്നു. പിന്നീട് മനസ്സിലായി അതൊന്നുമില്ല. അപ്പോഴും ആളുകളുടെ താല്പര്യം എന്താണ്? ഈ സമുദായത്തെ മോശമാക്കലാണ്. അതെങ്കിലും തിരിച്ചറിയാൻ ഈ സമുദായത്തിലെ മക്കൾക്ക് കഴിയാതെ പോയാൽ എന്ത് ചെയ്യും? ഇത്തരം പൈസയുള്ള ആളുകൾ സമൂഹത്തിൽ മാന്യന്മാരാകുന്നു. പലിശ കൊടുത്ത് പലിശ ഉണ്ടാക്കുന്ന, അത് വിറ്റ് അത് പൈസ കൊടുത്ത് പലിശ വാങ്ങി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ സമൂഹത്തിൽ വലിയ വലിയ ആളുകൾ സ്ഥാനമുണ്ടാകുന്നു. അതിൽപ്പെട്ടതാണല്ലോ സ്ത്രീധനവും. അതെ, അതും എതിർക്കപ്പെടേണ്ട അധാർമികമായ പ്രവർത്തനമല്ലേ, തിന്മയല്ലേ, ദുരാചാരമല്ലേ? അതെ, പക്ഷെ അതൊക്കെ മാന്യമാകുന്നു. ഒരു വിവാഹം നടക്കുമ്പോൾ 150 പവനും വലിയൊരു കാറും കിട്ടിയെന്ന് പറഞ്ഞ അന്തസ്സ. ഏറ്റവും വലിയ കള്ളനാണ് ആ മനുഷ്യൻ, അടിച്ചു മാറ്റിയതാണ്. പക്ഷെ അത് പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മളവരെ നല്ല ആളുകളാക്കി കൊണ്ട് നടക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് തിന്മകൾ സമൂഹത്തിലുണ്ട്. സഹോദരങ്ങളെ, തിന്മകൾ പെരുകിയാൽ നമ്മളതിന് ഒഴിവാണ്. ഞാൻ ഈമാനുള്ളയാളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിന്മകൾ പെരുകിയാൽ നമ്മളെയും അത് ബാധിക്കും, നമ്മുടെ കുടുംബത്തെയും ബാധിക്കും, നമ്മുടെ കുട്ടികളെയും ബാധിക്കും. നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് വാർത്തകൾ? മുസ്ലിയാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ മക്കളല്ലേ അധാർമികമായ തെറ്റുകളിൽ പിടിക്കപ്പെടുന്നത്? അതിൽ അവരില്ലേ? എൻ്റെ പിതാവ് നല്ല മനുഷ്യനല്ലേ, മാതാവ് നല്ല മനുഷ്യയല്ലേ, ശരിയല്ലേ? പക്ഷേ എൻ്റെ മക്കളിങ്ങനെ, അതെ, രോഗം പകരും, രോഗം പകരും. ഇത് രോഗമാണ്. അതിനെതിരെ പ്രതികരിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്, ധാർമ്മികമായ ബാധ്യത. വിശ്വാസികൾ മാത്രമല്ല, ധാർമ്മിക ബോധമുള്ള മുഴുവൻ മനുഷ്യരും ഇത്തരം തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. കൈകെട്ടി നോക്കി നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് ഈ വിഷയം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ ശാപം, അവൻ്റെ അദാബ് ഈ സമുദായത്തിൽ വന്നിറങ്ങും. അതില്ലാതിരിക്കാൻ, ഈ സമൂഹം നന്നായി പോകാൻ, അതിനാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നന്മ കൽപ്പിക്കൂ, നിങ്ങൾ തിന്മ വിരോധിക്കൂ, സദാചാരം പറയൂ, ദുരാചാരത്തെ വിലക്കൂ. അത് ചെയ്യേണ്ടവരാണ് നമ്മൾ. സഹോദരങ്ങളെ, നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ഏതൊക്കെ രൂപത്തിലാണോ സാധ്യമാവുക ആ രൂപത്തിലൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഏറ്റെടുത്ത ജോലിയാണിത്. ഇത് മോശപ്പെട്ട പ്രവർത്തനമല്ല. വലീഫത്തുൽ അംബിയാ, വലീഫത്തുർ റസൂൽ, അംബിയാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ഡ്യൂട്ടി ആയിരുന്നു ഇത്. നന്മ പറയുക, തിന്മ വിരോധിക്കുക, അവരെ പിൻപറ്റിയ ആളുകളും ഏറ്റെടുത്ത പ്രവർത്തനമാണിത്. മാത്രമല്ല ജിഹാദിൻ്റെ ഭാഗമാണല്ലോ ഇത്. ത്യാഗം സഹിക്കണം, ഒരു ത്യാഗമാണ്. ആളുകളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചീത്ത കേട്ടേക്കാം, പരിഹാസത്തിൻ്റെ വാക്കുകൾ കേൾക്കാം, ചിലപ്പോൾ ജനങ്ങൾ ശത്രുക്കളായേക്കാം. അതെ, ഇതൊരു ജിഹാദാണ്, ഇതൊരു ധാർമ്മികമായ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് രംഗത്തിറങ്ങുക. മാത്രമല്ല ഈമാൻ്റെയും നിഫാക്കും വേർതിരിക്കുന്ന വിഷയമാണത്. ഈമാനുള്ള ആളുകൾ പ്രതികരിക്കും, ഈമാനുള്ള ആളുകൾ സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഈമാൻ്റെ അടയാളമായിട്ടാണ് ഈ വിഷയത്തെ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. സദക്ക കൂടിയല്ലേ ഇത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക സദക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളത് ചെയ്താൽ നമുക്കതിന് പ്രതിഫലമുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത്, ചെയ്തില്ലെങ്കിലോ ശിക്ഷയുണ്ടാകും. ഒരു തിന്മ കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ, ഖൈർ ഉമ്മത്തായി മാറാൻ ഈ സമുദായത്തിന് കഴിയണം. നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ വീണ്ടെടുക്കാൻ, ഉത്തമ സമുദായമായി നിലകൊള്ളാൻ, ആരോഗ്യമുള്ള സമൂഹമായി നിലകൊള്ളാൻ, തിന്മകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന്
നമ്മളുടെ കൂട്ടായ്മ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കാൻ കഴിയുക ആ രൂപത്തിൽ പ്രവർത്തിക്കുക, പറയുക. ഇത് ചുരുങ്ങിയത് നമ്മളെങ്കിലും നന്നാവൂലേ? പറഞ്ഞാൽ നന്നാവും. ഈ തമാശ പറയാറുണ്ട്. ഒരു ഉപദേശി ഒരു നാട്ടിൽ വന്നു. അയാളിങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങി. ആളുകളുടെ തോന്നിയാസങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. എപ്പോഴും അങ്ങാടി പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. ജനങ്ങളെ നന്നാകണം, നിങ്ങൾ ആ തെറ്റുകൾ ഒഴിവാക്കണം, തിന്മയെ വർജിക്കണം എന്നൊക്കെ ഇങ്ങനെ ഡെയിലി പ്രസംഗമാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ കുറേ നാളായാലും ഈ പണി തുടങ്ങിയിട്ട് ആരെങ്കിലും അത് കേട്ടിട്ട് നന്നായോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, വേണ്ട, ഞാൻ ആദ്യം ഇത് പറഞ്ഞത് ജനങ്ങൾ നന്നാകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ആരും നന്നാകുന്നില്ല. ഞാൻ ആ പണി നിർത്തിയിട്ടില്ല. ഞാനിപ്പോൾ പറയുന്നത് ആ ജനങ്ങൾ എന്നെ മോശമാക്കാതിരിക്കാനാണ്, എന്നെ ഞാൻ കേടാക്കാതിരിക്കാൻ. എന്ന് പറഞ്ഞാൽ എന്നെ അവർ ഒഴിവാക്കുമല്ലോ, അയാളെ വിളിച്ചിട്ട് കാര്യമില്ല, അയാൾ ഇതിൻ്റെ ആള് എതിർക്കുന്ന ആളാണല്ലോ, മൂപ്പര് വിടുക. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ചെറിയ ഗ്രൂപ്പിലില്ലേ? നമ്മളൊരു വഴിക്ക് പോവാൻ, ഒരു വഴിക്ക്, എടാ അവനെ വിളിക്കണ്ട, അവനെ ശരിയാവില്ല, നമ്മുടെ കമ്പനി പറ്റില്ല, അവരെ വിളിക്കണ്ട, നമുക്കണ്ട് പോവാം, നമ്മൾ 5-6 ആൾ കൂടി പോവാം, മറ്റവരെ അത് നമ്മളെ ആ ഫ്രീഡത്തിന് കുറച്ച് തടസ്സം ഉണ്ടാവും, അത് വേണ്ട, നമുക്ക് പോവാം. അതാണത്. അപ്പം എന്താണ്? അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളെ വിളിക്കൂലല്ലോ. ആൾ കേടാകാതിരിക്കാൻ, അതെ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ആളുകൾ കേടാക്കാതിരിക്കാൻ, തെറ്റുകളിലേക്ക് എന്നെ വിളിക്കാതിരിക്കാൻ, എന്നെ വെറുതെ വിടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അത് പറഞ്ഞാൽ നമുക്കെങ്കിലും നന്നാകാലോ. ഈ പറയുന്നത് നമുക്ക് നന്നായിക്കൂടെ? നന്നാകാം, നന്നാകും. നമുക്കൊരു ഇതുണ്ടാവൂലേ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്നാകണോ? ഇനി അങ്ങനെ നന്നാകാൻ തീരുമാനമില്ലാത്ത ആളുകളെക്കുറിച്ചും ഇസ്ലാം ഒരു കാര്യം പറയുന്നുണ്ട്. ആളുകളോട് നല്ലതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മൂപ്പരിങ്ങനെ ചീത്ത ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പറയുന്ന കാര്യങ്ങൾക്ക് നേരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാ ഒരു മനുഷ്യനെ ആളുകൾ നരകത്തിൽ കാണുകയാണ്. അയാളുടെ കുടൽമാലകളെല്ലാം പുറത്തേക്ക് ചാടിയിട്ട് അതിങ്ങനെ വഹിച്ചുകൊണ്ട് കഴുത ആസുകളിൽ ചുറ്റുമ്പോൾ അയാളിങ്ങനെ നരകത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആ മനുഷ്യൻ. അയാളോട് ആളുകൾ ചോദിക്കുന്നു, നല്ല മനുഷ്യ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്തേ നരകത്തിൽ? ഞങ്ങളോട് ദുനിയാവിൽ വെച്ച് നന്മ നിങ്ങൾ കൽപ്പിച്ചില്ലേ, തിന്മ നിങ്ങൾ വിലക്കിയില്ലേ, എന്നിട്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിയോ, ഇവിടെ എത്തിപ്പെട്ടോ? അയാൾ പറയും, ശരിയാണ്, ഞാൻ നിങ്ങളോട് നന്മ പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. ഞാൻ നിങ്ങളോട് തിന്മ വിലക്കി, പക്ഷേ ഞാൻ ചെയ്തു, നിങ്ങളതറിഞ്ഞില്ല. പക്ഷെ അള്ളാഹ് അതറിഞ്ഞു, എനിക്ക് കിട്ടിയതാകൂ. അപ്പോൾ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. വിലക്കുന്ന സംഗതികൾ ജീവിതത്തെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് സർവോപരി വിശ്വാസികൾ നന്നാകണം, ആളുകളെ നന്നാക്കണം, പറഞ്ഞു കൊടുക്കണം. സമൂഹത്തെ നിലനിൽപ്പ് ആ വിഷയത്തിലാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സന്നദ്ധമാവുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പാപങ്ങളും പടച്ചതമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മയും നമ്മളുടെ കുടുംബാദികളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. السلام عليكم.